ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞിട്ട്. സോ ഇതെൻ്റെ ഒരു ഓണം ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗാണ്. മേ ബി ഒരു പാർട്ട് 1 ഓഫ് മൈ ഓണം ഷോപ്പിംഗ്. ബിക്കോസ് ഇന്നൊരു ദിവസം എൻ്റെ ഫുൾ ഓണം ഷോപ്പിംഗ് കഴിയില്ല. ചിലപ്പോൾ നാളെയും പിന്നെ പല ദിവസങ്ങൾ അങ്ങനെ നീണ്ടു പോകുമായിരിക്കും. ഇത്തവണ ഈ ഓണം, പണ്ടൊക്കെ ഞാൻ ഓണത്തിന് ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ച മുന്നേ ഞാൻ ഈ ആൾക്കാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വെക്കുമായിരുന്നു. ഇത്തവണ എനിക്ക് സമയമേ കിട്ടിയില്ല. ലൈക്ക് ഐ വാസ് സോ ബിസി. ഓരോ ദിവസവും ഭയങ്കര 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 ബിസി ആയിരുന്നു. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഒട്ടും സുഖമില്ലായിരുന്നു. ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാഡ് സോ മെനി. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരും, ഒരു നെക്സ്റ്റ് ഡേ അടുത്ത ട്രിപ്പ്, അത് കഴിഞ്ഞ് വരും, അടുത്ത ദിവസം അടുത്ത ട്രിപ്പ്. അങ്ങനെ ട്രിപ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്നിനും ടൈമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോഴായാലും ടേക്കിംഗ് കെയർ ഓഫ് ബേബിക്ക് ഇടയ്ക്ക് പനിയായിരുന്നു. മറ്റേ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ ചെന്നൈ ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് എത്തിയത്. ടുഡേ വാസ് ഓൾസോ വെരി ബിസി ഡേ. രാവിലെ ഞാൻ അമ്മൂൻ്റെ കൂടെ ലോക സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് നിമിഷമൊക്കെ കാലങ്ങളായിട്ട് അമ്മയോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും ഇതിനെക്കുറിച്ച് കേട്ടിരുന്നു. ഐ ഓൾസോ ലൈക്ക് അതിങ്ങനെ സൂപ്പർ ഹീറോസിൻ്റെ കഥയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് പക്കായിട്ടൊരു വിഷ്വലൈസേഷൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ലായിരുന്നു. ഇത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇത് അടിപൊളി സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ go to theaters next to you all and watch the movie. It's a beautiful visual treat കേട്ടോ. അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എവ്രിബഡി, ഓൾ ദി ആക്ടേഴ്സ് ആയാലും ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ വർക്ക് വാസ് ലൈക്ക് ഹൈ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇന്ന് ഓണം ഷോപ്പിംഗ് ഉണ്ടാക്കണം. ഇന്ന് ആക്ച്വലി എൻ്റെ പാരൻസിന് ചെക്കപ്പൊക്കെ കഴിഞ്ഞ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അമ്മൂന് ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർക്ക് അപ്പോഴേ അങ്ങ് പോയി. ഞാൻ ഓണം ഷോപ്പിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിക്കുവാണ്. മൈ പാരൻസ് വസിങ് അവരുടെ മിക്സി കേടായിപ്പോയി, ഒരു മിക്സി വാങ്ങണം. വേറെ എന്തോ അവർ അന്ന് ഇടയ്ക്ക് നമ്മുടെ വിധുവിൻ്റെ കടയുണ്ടല്ലോ, അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തോ കണ്ടു ചെയ്തൊരു സാധനം വേണം എന്നൊക്കെ ഇങ്ങനെ പറയും. സോ ഐ തോട്ട് അവിടെ വിധുവിൻ്റെ ഷോപ്പിൽ ഓണം സെയിൽ നടക്കുവാണ് എന്നൊരു ചെറിയ ഓർമ്മ എനിക്ക്, പുള്ളി എപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. സോ അതോടെ അവിടെ പോയിട്ട് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ഷെയർ ദാറ്റ് വിത്ത് യു. അവിടെ സ്റ്റാർട്ട് ചെയ്ത് ദെൻ ഐ മൂവ് ഓൺ വിത്ത് അത് ഓണം ഷോപ്പിംഗ്. അപ്പോൾ കം പോവാം ഷോപ്പിങ്ങിന്. ഓക്കെ, നമ്മുടെ ഏരിയ എത്തി. എന്ത് ബ്ലോക്കാപ്പാ, എവിടെയാ കട? ഓ, അവിടെ 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 അവിടെ. ഓണം സീസൺ ആകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതില്ല, റോഡ് ഫുൾ ബ്ലോക്കായിരിക്കും. ഷോപ്പിങ്ങിനും എല്ലാത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ ആ സീസൺ ആകുമ്പോൾ അങ്ങ് ഇറങ്ങും. കാരണം എല്ലാ കടകളിലും ഡിസ്കൗണ്ടും ഒക്കെ കാണും, ഒരുപാട് ഓഫേഴ്സും ഒക്കെ കാണും. ഞാൻ തന്നെ കണ്ടില്ലേ, ഓഫർ ഉണ്ടെന്ന് പറയാൻ വരും. അത് നമുക്കുള്ള ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. ഓഫറൊക്കെ ഉണ്ടെന്ന് അറിയാൻ നമുക്ക് അവിടെ പോകാനുള്ള ഒരു ഇത് വരും. കറക്റ്റ് പാർക്കിംഗ് കേട്ടോ, സൂപ്പർ. ഞാൻ വരുന്ന കാര്യം ഇവിടെ ആരെങ്കിലും ഇറങ്ങിയുണ്ടോ? നല്ല പാർക്കിംഗ് കിട്ടി. ഇതുകൊണ്ടോ എന്തോ നോക്കട്ടെ. പ്രസ്റ്റീജ് പൊന്നോണം അക്കൗണ്ട്സ് എന്തൊക്കെയാണ് ഓഫർ? ഇത് വാങ്ങിയാൽ ഇത് ഫ്രീ, ഇത് വാങ്ങിയാൽ ഇത് ഫ്രീ, മിക്സി വാങ്ങിയാൽ കുക്കർ ഫ്രീ. കംപ്ലീറ്റ് ആണ്. എൻ്റെ അമ്മയെ കൊടുത്തതൊക്കെ നന്നായി, അല്ലെങ്കിൽ എല്ലാം വേണമെന്ന് പറയുന്നത്. കൊള്ളാം. ഈ അകത്ത് കയറി നോക്കണേ. ഇത് ഇല്ല, ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓണം കുറേ ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് മെയിൻ നമ്മുടെ ഓഫേഴ്സ്? ഏതിൻ്റെ കൂടെ എന്തൊക്കെയോ ഫ്രീ എന്നൊക്കെ വെളി എഴുതി വെച്ചേക്കണം. എനിക്ക് മിക്സി ആയിരുന്നു നോക്കേണ്ടത്. മിക്സി എടുക്കാൻ പറയുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. പേരെടുക്കണം. ഒത്തിരി ജാസ് നമ്മൾ എടുക്കാൻ വലിയ താല്പര്യമില്ല. കാരണം പലപ്പോഴും നമ്മൾ വാങ്ങിയത് 1-2 ജാസ് നമ്മൾ ഉപയോഗിക്കത്തേ ഇല്ല. ഇതൊക്കെ എന്ത് റേഞ്ചാണ്? എൻഡുറോ എന്ന് പറയുന്ന ഒരു മിക്സി ഉണ്ട്, 1000 വാട്ട്സ് ആണ്. എൻഡുറോ മിക്സിയുടെ അത് വാങ്ങുമ്പോഴത്തേക്കും ഒരു 3330 രൂപയുടെ സ്റ്റീൽ കുക്കറാണ് അതിൻ്റെ കൂടെ ഫ്രീ. ഇത് വാങ്ങിച്ചാൽ ഇത് ഫ്രീയോ? ഇത് വാങ്ങും, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ ഓക്കെ, ഫ്രീ ഉണ്ട്.
ഇത്രയും ജാർ ഇല്ലാത്ത മിക്സ് ജാറ് നമുക്ക് എൻഡോറയിൽ തന്നെ നമുക്ക് 3 ജാർ 4 ജാർ 6 ജാർ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ കൂടെ ഫ്രീ നമുക്ക് ഈ ഫുൾ ഓപ്ഷൻ വരുന്ന സെൻട്രിഫ്യൂഗൽ ജ്യൂസും പ്രോസസർ എല്ലാം കൂടെ വരുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈ 3 ജാറൊക്കെ ഉള്ള മിക്സ് ഓഫർ ഉണ്ടോ? അതിന്റെ കൂടെ ഉണ്ട്. ആണോ? അപ്പൊ അത് അങ്ങനത്തെ പീസ് കാണിക്കും. 3 ജാറുള്ളതിന്റെ 1000 വാട്ടിനാണ്. 1000 വാട്ട്സിന്റെ ആണെങ്കിൽ ഈ മോഡലാണ് 1000 വാട്ട്സ്. ഇതെല്ലാം 4 ജാറും ഇതിന്റെ അതേ മോഡൽ തന്നെ. ഇതിന്റെ ഓഫേഴ്സ് എങ്ങനെയാണ് ഈ കുക്കർ ഈ മിക്സിയിലൊക്കെ? ഇതിന്റെ സെയിം തന്നെയാണ്. ഇതിന്റെ കൂടെ ഒരു ന്യൂട്രിജെറ്റ് എന്ന് പറയുന്ന ഒരു മിക്സി വേറെ മിക്സി ചെറിയൊരു ന്യൂട്രിഫൈ ഉണ്ട്. വേറെ എന്തൊക്കെയാ ഓഫേഴ്സ് ഉള്ളത്? നമുക്ക് എയർ ഫ്രയറിന്റെ കൂടെ എയർ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. എയർ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ മോഡലാണ്. എയർ ഫ്ലിപ്പിന്റെ കൂടെ നമുക്ക് 10,645 എൻഡോറയുടെ ഒരു മിക്സി കൂടെ ഫ്രീ ആണ്. ഇതിന്റെ കൂടെ എയർ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിന്റെ ജസ്റ്റ് ഒന്ന് ഫംഗ്ഷൻ കുക്കറിന്റെ മിക്സിയുടെ കൂടെ കുക്കർ, ഇതിന്റെ കൂടെ മിക്സി, ഇതിന്റെ കൂടെ നമുക്ക് മിക്സി 1000 വാട്ട്സിന്റെ ഗ്യാസ് സ്റ്റവ്. സ്റ്റവിന്റെ കൂടെ എന്താണ്? ഗ്യാസ് സ്റ്റവിന്റെ സ്വച്ഛ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലുണ്ട്. സ്വച്ഛ എന്ന് പറഞ്ഞ ഈ മോഡലിലൂടെ ഫ്ലിപ്പ് ഓൺ എന്ന് പറയുന്ന ഒരു മോഡൽ കുക്കറിലൂടെ ഫ്രീ ആണ്. അതിലൂടെ കുക്കറാണ് അതിന്റെ ഫ്രീ. അതിന്റെ MRP 5555. അത് കോംബോ ഓഫറിലാണ്. MRP പർച്ചേസ് ചെയ്യുമ്പോൾ ആ കുക്കർ കൂടെ ഫ്രീ ആണ്. ഇതിന്റെ 3 പീസ് സെറ്റാണ്. ഇത് നോൺ സ്റ്റിക് ആണോ സെറാമിക്? ഇത് നോൺ സ്റ്റിക് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ്. ഇൻഡക്ഷൻ ബേസ്. ഇതിന്റെ പ്രൈസ് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ മുതലാവും? ഇതിന്റെ കൂടെ ഇതിലും ഫ്രീ കൊടുക്കാം. ഓ വന്നല്ലോ. ഹലോ ഇത് ഞാൻ ഈ ഓഫർ ഉണ്ടെന്ന് അറിയിട്ടെ. മിക്സ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് നിങ്ങളുടെ കടയിലൊക്കെ എന്തൊക്കെയോ വാങ്ങി ഇനി കൊടുക്കുന്ന സാധനങ്ങൾ കിട്ടിയാൽ കൊള്ളാം. ഓണം ഓഫേഴ്സ് ഒക്കെ എല്ലാവരും അതേപോലെ ഇതിന്റെ കൂടെ അത് ഫ്രീ, മിക്സിയുടെ കൂടെ കുക്കർ ഫ്രീ, അതിന്റെ കൂടെ അടുപ്പിന്റെ കൂടെ എന്താ ഫ്രീ, ഇലക്ട്രിക് റൈസ് കുക്കറിന്റെ കൂടെ ഈ പാത്രം എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനൊന്നും വാങ്ങിയില്ല. ഞാൻ ഈ അടുത്ത് ഇവരുടെ ഈ ഒരു പാത്രം വാങ്ങിയപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ടെൻഷനേ ഇല്ല. അടിപൊളിയാണ്. ഇതിനൊക്കെ ഓഫർ ഉണ്ടോ? ഇതിനൊക്കെ ബിരിയാണി പോട്ട് ഇതിന് ഓഫർ ഉണ്ടോ? ഓഫറാ. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ആ പാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇടിയപ്പത്തിന്റെ സ്റ്റാൻഡ് ഉണ്ടോ ഇവിടെ? ഉണ്ടോ? തട്ട് മാത്രം. അത് ഇഡ്ഡലിയല്ലേ? മറ്റേ ഇടിയപ്പത്തിന് വേറെ ഒരു തരം പാത്രം അല്ല, ഇതിന്റെ സ്റ്റാൻഡ് പ്ലെയിൻ ആയിട്ടുള്ളത് വലിയ ഇടിയപ്പം ആക്കുന്ന ഒരു സ്റ്റാൻഡ്. ഓണം സീനൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകും. അന്നത്തെ നമ്മുടെ എക്സ്ചേഞ്ച് മേള സൂപ്പർ ആയിട്ട് പോയി അല്ലേ? ഇരിക്കാൻ ഒരുപാട് മെസ്സേജ് അക്യൂ ആയിട്ടുണ്ട്. വന്നില്ല എന്തൊക്കെയോ വാങ്ങില്ല അറ്റാച്ച്മെന്റ് ആയിട്ടാണ് വരുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ച മറ്റേ കുക്കറിനകത്ത് വയ്ക്കാൻ പറ്റിയ 4-5 തട്ടുള്ള സ്റ്റാൻഡില്ലേ, അത് കുഴപ്പമില്ല. ഞങ്ങളുടെ അവിടെ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റാച്ച്മെന്റ് മാത്രമേ. അപ്പൊ നമുക്ക് ആ മിക്സി നോക്കിയപ്പോൾ വേറെ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് പറയാം. എന്തായാലും ഞാൻ ഇവിടെ ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ട് ബ്ലോഗ് എടുക്കും. എന്തൊക്കെ എക്സ്ട്രാ ഓഫേഴ്സ് ഉണ്ടെന്ന് പറയാം. നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടാൽ നല്ലതല്ലേ? അതെന്താ ഓഫർ ഉണ്ട്? വരൂ, ഇവിടെ എന്തെങ്കിലും ഓഫേഴ്സ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മോഡലാണ്.
ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 43,995. നമുക്കിപ്പോൾ 18,990 ഫുള്ളി ടച്ചാണ്. ശരിക്കുള്ള വില എത്ര? 43,995. 18,990. ഭയങ്കര ഓഫറാണ്. ഞങ്ങളുടെ വീട്ടിൽ സാധനം കൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വലിയ ഓഫറാണ്. ഞാൻ ഇത്തിരി വില കുറച്ച് കൊടുക്കുന്നത് ഓണം ഓഫറല്ലേ? ആണല്ലോ. ഓണം ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഓഫേഴ്സാണ്. ഇത് നമുക്ക് എഫിഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട്. 4 ബർണർ സ്റ്റൗ ഉണ്ട്. ഇതിന് ഓഫറുണ്ടോ? അതിൻ്റെത് നമുക്ക് പ്രോവോ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ കൂടെ അത് വാങ്ങിച്ചത് അതിൻ്റെത് 18,890. 18,990. ഇതിന്റെ പേര് സ്റ്റൗവിൻ്റെ അത് മാത്രം, സ്റ്റൗ മാത്രം. പിന്നെ അത് ഈ സ്റ്റൗവിൻ്റെ കൂടെ സേഫ്സൻസിൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു മോഡലിൻ്റെ ഇതിൻ്റെ കൂടെ അതിന്റെ ആക്ച്വൽ പ്രൈസ് 33,645. കോംബോ പ്രൈസ് 28,600. അതുകൂടെ ഫ്രീ ആണ്. 4 ബർണർ സ്റ്റൗ ആയിട്ടാണ് ഓണം ഓഫർ. ഇതിനൊരു വെക്ടറൊക്കെ ഇതിന് 3 എണ്ണം ഉണ്ടല്ലോ. ഞങ്ങളുടെ അടുത്തെല്ലാം വാങ്ങി. കിച്ചൺ പിന്നെ പാത്രങ്ങളാണിപ്പോ എന്നും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കുക്കിങ്ങിനും എടുക്കുന്നത് ഇവിടുത്തെ പാത്രങ്ങളാണ്. അപ്പൊ ഈ ഓണത്തിന് സ്റ്റവ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കം ടു പ്രസ്റ്റീജിൽ. ഇവിടെ മാത്രമേ എടുക്കില്ലല്ലോ, പ്രസ്റ്റീജിൽ എല്ലായിടത്തുള്ള ഷോറൂംസിലും കാണുമല്ലോ. പ്രസ്റ്റീജിന്റെ നിങ്ങൾ എവിടെയാണോ ഉള്ള ആ നാട്ടിലൊക്കെ ഷോറൂംസിലും. പക്ഷെ ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടെ തന്നെ വേണം. നമുക്ക് വിദൂരെ കാണാം, വിദൂരെ കാണാം. അപ്പൊ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. ഇനി വേറെ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നോക്കാം. ഇങ്ങനത്തെ ഒരു പാത്രമല്ല എനിക്ക് കൊണ്ടുവന്നെങ്കിൽ അടിപൊളി പ്രോഡക്റ്റാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങിയില്ല. ഞാൻ അതിനെ സേഫായിട്ട് മാറ്റി വെച്ചേക്കും വീട്ടിൽ. എല്ലാം ചെയ്യാല്ലേ? എല്ലാം ഇതിന്റെ സൈഡിൽ ചൂടറിയാൻ പറ്റില്ലല്ലോ. ഞാനത് എന്തെങ്കിലും കാര്യമായിട്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ എടുക്കണം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ മര്യാദയ്ക്ക് ഒരു കുക്കിംഗ് വീഡിയോ എനിക്ക് ചെയ്യാനേ പറ്റിയില്ല. ബിക്കോസ് അവിടെ ഇങ്ങനെ ഒരു പ്രാന്ത് പിടിച്ചാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓണം ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സ്ഥിതിക്ക് എൻ്റെ പാരൻസിന് വേണ്ടി ഒരു മിക്സി എടുക്കാം. തൽക്കാലം അത് മതി. ഏതെങ്കിലും പാത്രം കൂടെ എടുക്കാം. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം പുതിയ പാത്രം ആയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഫീലായി. അങ്ങനെയാണ് ഇന്നാൾ ഇവിടെ വന്ന് ഏതോ 2-3 പാത്രം വാങ്ങി. അത് മിക്സി വാങ്ങാൻ പറ്റിയില്ല. അവരുടെ വീട്ടിലെ മിക്സി ചെറിയൊരു പ്രശ്നമൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞാൽ അത് ഒരു ജാർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഡോണ്ട് വറി, ഞങ്ങളുടെ ഓഫറിൽ ഞാൻ മിക്സി വാങ്ങിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സി 4 ജാറിൻ്റെ എടുക്കാം. അപ്പോൾ കുക്കറും ഫ്രീ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറാണ് എന്തായാലും വാങ്ങിക്കുന്നത്. നല്ലൊരു കുക്കറാണ്. സോറി, ഇപ്പോൾ ഒരു മിക്സി വാങ്ങിച്ചു. അതിൻ്റെ ഒരു കുക്കർ ഫ്രീ. മഴ തുടങ്ങി ഞാൻ പറഞ്ഞപ്പോൾ ഇവർ പറയാം ഫ്രീ കുടയും കിട്ടും ഓണം ഓഫറിൽ അല്ലേ? 5,000 എബവ് ഉള്ള ബില്ലിലാണ് നമ്മൾ സാധനം വാങ്ങിക്കണമെങ്കിൽ ഫ്രീ കുട. എന്ത് കളറാണ്? കുടയും കിട്ടി ഫ്രീ. അപ്പൊ ശരി, ഹാപ്പി ഓണത്തിന് അന്ന് വിടത്തില്ല. അന്ന് രാത്രി ട്രാവൽ ചെയ്യണം. ഇഷാനിക്ക് ഷൂട്ട് ചെയ്യണം. ഓക്കെ ബൈ ബൈ. ഇഷാനി ജനിച്ചപ്പോൾ കാണാൻ വന്നിട്ടുണ്ട്. ആന്റിയും ഇതും ഞങ്ങളുടെ പിള്ളേരൊക്കെ ജനിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ ഗിഫ്റ്റ് കിട്ടും. ഹൻസിക ജനിച്ചപ്പോഴത്തേക്ക് സ്വർണ്ണ കമലൊക്കെ ആയിട്ട് വന്നതാണ്. ഇതും അമ്മയും കൂടെ ഫോട്ടോസ് ഉണ്ട്. ഇഷാനിനായിരുന്നു ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷാനി കുഞ്ഞായിരുന്നു ഭയങ്കര ക്യൂട്ടല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓക്കെ ബൈ. ഒന്ന് ഡിക്കി തുറന്നു കൊടുക്കാം. ഹെൽപ്പ് ചെയ്യോ? ബ്ലോക്ക്. ഇനി ഓണം ഷോപ്പിങ്ങിനായിട്ട് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനാണ് എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ കട, സോമസുന്ദരം ആൻഡ് സൺസ്. ലക്ഷ്മിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങാതെ എൻ്റെ ലൈഫിൽ ഒരു ഓണവും കടന്നു പോയിട്ടില്ല സത്യം പറയുവാണെങ്കിൽ. ലൈക്ക് ഫോർ ദ പാസ്റ്റ് ഞാൻ ലക്ഷ്മിയെ പരിചയപ്പെട്ട കാലം തൊട്ട്, ഇറ്റ് ഈസ് ലൈക്ക് അറൗണ്ട് 35 years. എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കട വന്നത്. 91 മറ്റോ, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ഐ തിങ്ക്. അപ്പം ആ കാലം തൊട്ട് ഓണമാകുമ്പോൾ അവിടെ പോയി സാധനം വാങ്ങിക്കും. അത് ഇങ്ങനെ റിപ്പീറ്റ് ആണ് എൻ്റെ ലൈഫിൽ.
അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ഒരു ഓണം ഷോപ്പിങ്ങിൻ്റെ ആ ഒരു കംപ്ലീഷൻ ആവും. അതും ഞാൻ മിക്കപ്പോഴും 2-3 പ്രാവശ്യം പോകും കേട്ടോ. ഒരിക്കൽ പോകുമ്പോൾ എന്തെങ്കിലും എടുക്കും വരും, കുറച്ച് പേർക്ക് എടുക്കും, പിന്നെ ഞാൻ വീണ്ടും പോകും. അങ്ങനെ പിന്നെ ഞാൻ ഓർക്കോ ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, വീണ്ടും പോകും. അവിടെ മറ്റേ ആണുങ്ങളുടെ മുണ്ടും എല്ലാം ഞാൻ അവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇന്ന് പോയി കുറച്ചെടുക്കും, പിന്നെ ഞാനിപ്പോൾ ഡാഡിക്കും കിച്ചുവിനും ഒക്കെ ഷർട്ട്സ് ഒക്കെ പിന്നെയാണ് എടുക്കുന്നെങ്കിൽ പിന്നെ ആ ഷർട്ടും ആയിട്ട് പോയി ഞാൻ പിന്നെ മാച്ചിങ് മുണ്ടെടുക്കും. അങ്ങനെ എനിക്ക് അവിടെ പോയി സാധനങ്ങൾ വാങ്ങിയാലേ എനിക്കൊരു തൃപ്തിയാവും. അപ്പം ഞാൻ നേരെ വിധുവിൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി, ട്രിവാൻഡ്രം അറിയാമെന്നുള്ള ആൾക്കാർക്ക് അറിയത് മറ്റേ ചെങ്കച്ചൂള എന്ന് പറഞ്ഞൊരു സ്ഥലം വന്നു. ഇനി ഇവിടെ നിന്ന് പതുക്കെ ലെഫ്റ്റ് എടുത്ത്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനാണിത്, ലെഫ്റ്റ് എടുത്ത് അവിടെ പോയി ശ്രീകുമാർ തിയേറ്ററിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് റൈറ്റ് എടുത്ത് ഓവർ ബ്രിഡ്ജിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങി കിഴക്കേക്കോട്ട അവിടെ എത്തിയിട്ട് അവിടെ വരും ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ മോൾസ് അതുപോലത്തേക്ക് ഒരു സംഭവം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു കാലത്ത് വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ നർമ്മദ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. ലൈക്ക് ഒരു ബിൽഡിങ്ങിന്റെ താഴെ ധാരാളം കടകൾ, പല 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 രീതിയിലുള്ള കടകൾ. അത് ഭയങ്കര ഒരു പണ്ട് കാലത്ത് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഞാനീ പറയുന്നതൊക്കെ അയ്യേ ഇവരെന്തായി പറയണം അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ലോങ് അഗോ 35 years മുമ്പത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ അവിടെ ലൈക്ക് ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഓട്ടോ പിടിച്ച് പോയി ഒരു സ്ഥലത്ത് ഇറങ്ങിയ ഒരുപാട് കടകൾ. അവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് ആച്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐസ്ക്രീം ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഈ അടുത്താണ് അത് അടച്ചത്. അത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമായിരുന്നു. അവിടെ കണ്ട ഫലൂഡ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ താഴെ ഞാൻ സ്ഥിരം പോകുന്നൊരു ഫാൻസി ഷോപ്പുണ്ട്. ഞാൻ ഈ ഇടുന്ന ഈ ഒരു സിന്ദൂരം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ എപ്പോൾ പോയില്ല, കട തുറക്കത്തില്ല. ഐ തിങ്ക് ഒരു വൈൻഡപ്പ് ചെയ്യുവാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ആ ഡബ്ബയുടെ പേരൊക്കെ എഴുതി നോക്കി ടൈപ്പ് ചെയ്ത് ആമസോണിൽ നിന്ന് വാങ്ങി തുടങ്ങി. പിന്നെ ആമസോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഐ എം ഓക്കെ ഹാപ്പി. ഞങ്ങൾ പണ്ട് മാച്ചിങ് വളമൊക്കെ വാങ്ങാൻ പോകുന്ന അവിടെ. പിന്നെ അവിടെ ഞാൻ എൻ്റെ വാച്ച് റിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു കട, ടൈറ്റൻ്റെ ഒരു കട അവിടെ തന്നെയാണ്. അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. വാച്ചിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പോകണം. ഇപ്പോൾ നമുക്ക് സ്റ്റൈൽ പ്ലസിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പ പണിക്ക് ചെയ്യാൻ സ്റ്റൈൽ പ്ലസിൽ പോകണം. അതാകുമ്പോൾ നമുക്ക് ഇത്രയും ട്രാവൽ ചെയ്യണ്ടല്ലോ. പിന്നെ ലക്ഷ്മിയുടെ കട, പിന്നെ അവിടെ തൊട്ട് മുകളിൽ പണ്ട് ഞങ്ങൾ സ്ഥിരം ചെരുപ്പൊക്കെ വാങ്ങിക്കുന്ന കടയുണ്ടായിരുന്നു. കുറേ കടകൾ, കുറച്ച് നമുക്ക് താല്പര്യമുള്ള ഇഷ്ടം തോന്നുന്ന ഒരുപാട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ഒക്കെ ഒരു കട, പറക്കാട്ട് ജ്വല്ലറി. അത് ഞങ്ങൾ പണ്ട് പൂമുഖം എന്ന് പറഞ്ഞ സൂര്യ ടിവിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും അയ്യോ സൺ ഇസ് ജസ്റ്റ് ഹിറ്റിങ് റൈറ്റ്. ഓക്കെ, അപ്പൊ അന്ന് ഞങ്ങൾ ചെയ്തിരുന്ന പ്രോഗ്രാമിൽ പറക്കാട് ജ്വല്ലറി ഗ്രൂപ്പ് അതിന്റെ ഒരു സ്പോൺസറായിരുന്നു. അപ്പൊ അന്ന് എല്ലാ പ്രോഗ്രാമിന്റെ അവസാനം ഞങ്ങൾ പറയും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജ്വല്ലറി. അപ്പൊ ഞങ്ങളിങ്ങനെ എന്നും പറയുമായിരുന്നു. അപ്പൊ ആ കട അവിടെ ഞാൻ പോകുമ്പോഴത്തേക്കും when I see them I keep thinking, ഞങ്ങൾ കുറേ കാലം, ഒരു 1.5 വർഷം ഞങ്ങൾ ചെയ്ത പ്രോഗ്രാമിന് ഇവർ വൺ ഓഫ് ദ സ്പോൺസേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ആ പേരിങ്ങനെ വീണ്ടും സ്ഥിരം പറയുമായിരുന്നു. അതും വേറെ 1-2 കടകളുടെ പേരും ഒക്കെ അന്ന് പറയുമായിരുന്നു. നല്ല അടിപൊളി ബ്ലോക്ക്. ഇനി ലക്ഷ്മിയുടെ കട എത്തിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. അടിപൊളി ബ്ലോക്ക്. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു അടിപൊളി ബ്ലോക്ക് കണ്ടിട്ട് കുറേ ദിവസമായി. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി. പണ്ടൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. പിന്നെ നമ്മുടെ വിധുവിൻ്റെ കടയുടെ ഓഫർ സെപ്റ്റംബർ 30 ഹൻസുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വരെ ഉണ്ട്. 30 വരെ ഉണ്ട്. അതുകൊണ്ട് ഓണം ഓഫർ ഓണത്തോടു കൂടി തീരുന്നില്ല. ഈ മാസം സെപ്റ്റംബർ ഫുള്ളുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങണം. ഇതുപോലൊരു ഒന്നിൻ്റെ കൂടെ ഒരെണ്ണം കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ പോലെ മിക്സി വാങ്ങിച്ചപ്പോൾ കുക്കർ ഫ്രീ. കുക്കർ ഞാൻ വെക്കണോ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. അന്ന് എത്ര കുക്കർ വാങ്ങിച്ചു നമ്മുടെ അമ്മ? 3-4 കുക്കറാ ചുമ്മാ ഫ്രീ കിട്ടിയത്. ഓ, ഇവൻ പറയുന്നത് 3-4. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. ആ കുക്കർ ഞാൻ വെക്കാം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അറിയാമല്ലോ അങ്ങോട്ട് പോകുന്ന വഴി. അപ്പോൾ ഓക്കെ ആ കോട്ടയ്ക്കകത്ത് കയറണേ. ഇവിടുത്തെ ആ ഒരു ഗ്ലാമറൊക്കെ കുറഞ്ഞു. പണ്ട് ഭയങ്കര ഗ്ലാമറസ് കടയായിരുന്നു. ഇവിടെ ഇടതുവശത്ത് മുകളിൽ കളിപ്പാട്ടം കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മൂനെയും കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമായിരുന്നു. അമ്മു എപ്പോൾ വന്നാലും ഓടിയ കളിപ്പാട്ടം കടയുടെ മുന്നിൽ നിന്നിട്ട് കരയും. അത് വേണം ഇത് വേണം. അന്നൊന്നും നമ്മളിലങ്ങനെ ചോദിക്കുന്നൊന്നും എല്ലാം വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും അന്നായിരുന്നില്ല. അപ്പം ഞാൻ വേണ്ട ഉണ്ട്, നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ടല്ലോ, വെറുതെ എന്തിനാ വാങ്ങണമായിട്ട്. ഇങ്ങോട്ട് ട്വിങ്കിൾ എന്ന് പറയുന്ന കടയുണ്ടായിരുന്നു.
ഇമ്പോർട്ടഡ് ഡ്രസ്സസ് കിട്ടും. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കൊക്കെ അവിടെ നിന്ന് 1-2 പേർ ഡ്രസ്സ് വാങ്ങുന്നു. ആലപ്പാട് ജ്വല്ലറി ഇവിടെയാണ്. ആൻഡ് ഞാൻ എൻ്റെ മൂക്ക് കുത്തിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. പക്ഷെ അതിനുശേഷം എൻ്റെ അമ്മ, അനിയത്തി, എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാവരും മൂക്ക് കുത്തിയത് ഇവിടെ വന്നിട്ടാണ്. ആലപ്പാട്ടിൽ നിന്നാണ് കുത്തിയത്. ആലപ്പാട് അവിടെ ആ സൈഡിൽ അവരുടെ ഒരു ഇതുണ്ട്, ഒരു റൂം. ആ റൂമിൽ കയറിയിരുന്ന് അവിടെ നിന്നാണ് അവർക്കൊക്കെ മൂക്ക് കുത്തിയത്. ഈ മുറിയിലാണ് കുറേ പേരുടെ മൂക്കുത്തി. അർച്ചന വരെ ഇവിടെയാണ് മൂക്കുത്തിയത്. ഇതാണ് ലക്ഷ്മിയുടെ കട. ലക്ഷ്മിയുടെ ഫാദറിൻ്റെ പേരാണ് ഇത്. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും? നമുക്ക് ആദ്യം സാരി ബോഡി പ്ലെയിൻ ആണ്. ബോഡി പ്ലെയിൻ കളർ നോക്കണം. സൗണ്ട് അല്ല, എ സി ആണ്. ഞാൻ പണ്ട് ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു സാരി എടുത്തായിരുന്നു പിള്ളേർക്ക്. പാവാട മറ്റേ കൊച്ചായിരിക്കുമ്പോൾ ഓണത്തിനിടാനുള്ള പാവാടയും ബ്ലൗസും ഒരാൾക്ക് ഒരു സാരി. കുറേ ക്യൂട്ട് ഫോട്ടോസ് ഉണ്ട്. എല്ലാ വർഷവും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ നോക്കുമായിരുന്നു. അപ്പച്ചിക്ക് എല്ലാ വർഷവും സെറ്റ് സാരി ഇവിടെ നിന്ന് എടുക്കുന്നത്. ഞാനിങ്ങനെ എല്ലാ വർഷവും വാങ്ങുന്നതുകൊണ്ട് ഏകദേശം എല്ലാ കളറും വാങ്ങുന്നത്. എനിക്ക് പണ്ട് ഏറ്റവും ഇഷ്ടമായിട്ട് കിച്ചുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നായിരുന്നു വാങ്ങിക്കുന്നത്. എല്ലാ വർഷവും ഞാനൊരു 4-5 വാങ്ങിക്കും. കിച്ചുവിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അവസാനം ഞാൻ പിന്നെ എടുക്കാൻ കളറൊന്നും ബാക്കിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങിക്കുമായിരുന്നു, എല്ലാ കളേഴ്സും. അഭിജിത്താണ് ചെയ്യുന്നത്. അഭിജിത്ത് ഈ ബ്ലൂ ആണോ ഈ ബ്ലൂ ആണോ നല്ല? ഇത് കൊള്ളാൻ തോന്നുന്നല്ലേ? ഇത് കുറച്ചുകൂടെ. പക്ഷെ അപ്പച്ചക്ക് ഇതിന്റെ മാച്ചിങ് ബ്ലൗസിന്റെ ഇഷ്ടമല്ല. പുള്ളിക്കാരി ഇത് ബ്ലൗസ് പീസ് കിട്ടും. ഈ ഒരു പീസ് അവിടെ ഒരു ഗ്രീൻ ഒരു അത് തന്നെ. ഇതിന്റെ ബോർഡർ എങ്ങനെ? ഇതിന്റെ ബോർഡർ കളറുണ്ട്. ഇതെടുക്കാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേബി അമ്മൂമ്മയില്ലേ, ബേബി അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ കുറേ വർഷമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സെറ്റ് മുണ്ട് എടുക്കും. പുള്ളിക്കാരെ കണ്ടുപിടിക്കാനാണ് പാട്. ഒരു മിന്നായം പോലെ ഇങ്ങനെ പോകും. പിന്നെ ഞാൻ ലക്ഷ്മിയുടെ കടയിൽ വരുമ്പോൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒന്നാണ് പ്രിൻ്റുള്ള തോർത്ത്. പ്രിൻ്റഡ് തോർത്ത് ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയി കണ്ടു തുടങ്ങി. പക്ഷെ ആദ്യമായിട്ട് ഞാൻ പ്രിൻ്റഡ് തോർത്ത് കണ്ടു തുടങ്ങുന്നത് ലക്ഷ്മിയുടെ കടയിലാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ കുറേ വാങ്ങിക്കും. എല്ലാ വർഷവും ഇവിടുന്ന് ഞാൻ കുറേ ഇത് വാങ്ങിക്കും. പിന്നെ എൻ്റെ ഡാഡിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ലുങ്കിയുണ്ട്, ഇവിടെയാണ് കിട്ടുന്നത്. ഞാൻ അത് വാങ്ങിക്കും. അതെല്ലാം ഇവിടെ വരുമ്പോൾ എൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കുറച്ച് തോർത്ത് വേണേ. മീഡിയം ആണോ ലാർജ് ആണോ? ഒന്ന് കാണിക്കോ എത്ര ഉണ്ടെന്ന്? ഓക്കെ ഓക്കെ. അപ്പൊ അതിൻ്റെ 2, ഇതിൻ്റെ 2, ഇതിൻ്റെ 2. വേറെ കളർ വല്ലതും ഉണ്ടോ? 8 മതിയോ? വേറെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ കൂടെ. അപ്പോൾ 10 എണ്ണം. ഓക്കെ. ഞാൻ നമ്മുടെ വീട്ടിൽ തറ തുടയ്ക്കുന്ന തുണി വരെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്.
യെസ്, ഞാൻ വീട്ടിൽ ഏറ്റവും അധികം ചെയ്യുന്ന ഒരു പണിയാണ് തറ തുടയ്ക്കുക. എൻ്റെ വീഡിയോ എടുത്തിട്ട് ആവശ്യം തന്നെ ചിരിക്കണം. അവൻ കാണും ഡെയിലി കമ്പും തുണിയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടുപോയി. ഇപ്പം ബേബി ഇവിടെ വന്നതിന് ശേഷം ക്ലീനിങ് ഒബ്സഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എപ്പോൾ നോക്കിയാലും ഞാൻ തറ തുടയ്ക്കും. ഏറ്റവും ക്വാളിറ്റി ആയിട്ട് കിട്ടുന്ന ഈ തുണി ആക്ച്വലി നമുക്ക് ഓൺലൈനിലൊക്കെ ഇടയ്ക്ക് കിട്ടും. പക്ഷെ പലപ്പോഴും അത് വാങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കത്തില്ല. ഇവിടെ വരുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും എനിക്കും വേണ്ടി ഇവിടെ വരുമ്പോൾ ഞാൻ കുറേ വാങ്ങിക്കും. ഒരു വർഷത്തേക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. നമുക്കിതൊരു 10 പീസ്, 10 പീസ്. ഇനി ലുങ്കി ഉണ്ടോ? നമ്മുടെ സ്ഥിരം ലുങ്കി. ഇപ്പൊ കിച്ചൺ ഇപ്പൊ എപ്പോഴും സ്റ്റൈലായിട്ട് എപ്പോഴും ഷോർട്സ് ആണ്. അതിൻ്റെ എപ്പോഴും ലുങ്കി ഇത് വരുന്നു. എന്നാലും ഞാൻ എപ്പോഴും വാങ്ങിക്കും. ഡാഡിക്കൊക്കെ ഇവിടുത്തെ ആണെങ്കിൽ പ്ലെയിൻ കളറ്, നല്ല അടിപൊളി കളേഴ്സൊക്കെ ഇവിടെ കിട്ടുക. കിച്ചൺ എപ്പോഴും 2 വാങ്ങിക്കും എമർജൻസിക്കില്ല. അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. എൻ്റെ ഓണം പർച്ചേസ് വെച്ചിങ്ങനെ കുറേ നമുക്കുള്ള ബേസിക് കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചെനിക്ക് തൃപ്തിയാവും. ഇവിടെ വന്നാലും ഞാൻ ഇവിടെ ചോദിക്കാതെ എനിക്ക് എപ്പോഴും ഡിസ്കൗണ്ട് തരും. എപ്പോഴും ഡിസ്കൗണ്ട് തരും. ഇത്രയുള്ള ആ ടൈപ്പല്ല, ഈ ടൈപ്പ്. നാലെണ്ണം, 2 കിച്ചൂല്, 2 ഡായി. ബില്ലിയോ? സാരി ഡബിൾ കളർ ഉള്ളത്. സെയിം ആണോ? അതാണ് മറ്റേ 2 കളർ. അയ്യോ, കുറേ സാധനങ്ങൾ എടുത്തു. അങ്ങനെ എൻ്റെ ഓണം ഷോപ്പിംഗ്, ഡ്രസ് ഷോപ്പിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അപ്പച്ചിക്ക്, അപ്പച്ചിയുടെ അനിയത്തിക്ക് അവർക്കുള്ള സെറ്റുമുണ്ട്, സാരി എടുത്തു. പിന്നെ നമ്മുടെ തുണി തേക്കുന്ന അണ്ണാച്ചിക്ക് ഷർട്ടും മുണ്ടും എടുത്ത്. പിന്നെ നമ്മുടെ ബേബി അമ്മൂമ്മയ്ക്ക് ഒരു സെറ്റും മുണ്ട് എടുത്തു. വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്ന സെറ്റും മുണ്ട് എടുത്തിരുന്ന പല ആൾക്കാരുടെയും ലിസ്റ്റൊക്കെ കുറഞ്ഞു വരുവാണ് കേട്ടോ. ഇറ്റ്സ് എ സാഡ് തിങ്. പിന്നെ സ്ഥിരം എടുക്കുന്ന പോലത്തെ തോർത്ത്, ലുങ്കി, തറ തുടക്കണ തുണി, അതൊക്കെ കുറെ എടുത്തു. നേരം ഇരുട്ടി. അങ്ങനെ എൻ്റെ ഹാഫ് ക്വാർട്ടർ ഓഫ് മൈ ഓണം ഷോപ്പിംഗ് ഇവിടെ നടന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞിട്ട് ഈ കടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സിനിമയും കൂടെ മോഡൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോയി ഇവരുടെ ഒരുപാട് സാരികളൊക്കെ ഇട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അന്ന് ആ കാലത്ത് ഏർലി 90s, 91, 92 ആ കാലത്ത് തിയേറ്ററിൽ അന്ന് മഹിളാരത്നത്തിലും മാഗസീനിലും കുറേ ഫോട്ടോസൊക്കെ അന്ന് വന്നിരുന്നു. പിന്നെ തിയേറ്ററിൽ പോകുമ്പോഴും ഞങ്ങളുടെ ഫോട്ടോസ് വരുമായിരുന്നു ഈ കടയുടെ പരസ്യത്തിൽ. ആൻഡ് യൂസ് ടു ഫീൽ സോ എക്സൈറ്റഡ്. ആദ്യമായിട്ട് ചെയ്തൊരു മോഡലിംഗ് ആയിരുന്നു ലക്ഷ്മിയുടെ കടയ്ക്ക് വേണ്ടി. നല്ല കളർഫുൾ ആയിട്ടുള്ള സം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണത് കേട്ടോ. വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഐ മിസ് ഓൾ ദോസ് ഡേയ്സ്. അതേ കിച്ചണിയൊക്കെ പരിചയപ്പെടുന്നതിനും ഒരുപാട് കാലം മുന്നേ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളന്നൊക്കെ ഇതുപോലെ ഈ മുഖത്ത് ലിപ്സ്റ്റിക്ക് പൊട്ടല്ലാതെ കരിയല്ലാതെ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഫോട്ടോയിലൊക്കെ കാണാൻ നല്ലതായിരുന്നു കേട്ടോ. പണ്ട് ഈ പ്രൊഫഷണൽ മേക്കപ്പ് ഇടലൊക്കെ വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെയൊന്നുമല്ല. ഞങ്ങൾ സ്വന്തമായിട്ട് സാരി കൊടുത്ത് അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് നൈസ്. എന്തെങ്കിലും അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വേറെ തപ്പിയാൽ കിട്ടുമോ
എനിക്ക് വ്ളോഗിൽ കാണിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ബിക്കോസ് ആൽബത്തിൽ എവിടെയോ ഉണ്ട്. സാധനങ്ങൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ലോഡ് സാധനം വാങ്ങിച്ചു. അപ്പോൾ ശരി, ഹാപ്പി ആണോ? ഞാൻ വീണ്ടും വരും. അതാണ് നമ്മുടെ ലക്ഷ്മിയുടെ അച്ഛൻ. ഓക്കെ, ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ വാച്ച് കട. ഞാൻ പറയുന്നത് ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഞാൻ ആകെ വരുന്ന 1-2 കടകളിൽ പോകാൻ. ഒന്ന് നിങ്ങളുടെ കടയാണ്. അവിടെ വന്നു. നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ? ഇറങ്ങ കുഞ്ഞു സുഖമായിരിക്കും. നമുക്ക് ചെറിയ മറ്റേ അലാം കേൾക്കുന്ന കുഞ്ഞു ക്ലോക്ക് ഉണ്ടോ? അതുണ്ടോ? അത് നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാമല്ലോ. ആഴ്ച കൂടെ കാണാൻ പറ്റുന്നത് എൻ്റെ വീട്ടിലിരിക്കണ ആൻറ്റിക്ക് കൊടുക്കാൻ. അവരുടെ കേടായി എന്ന് പറയും. ഇത് രാത്രി ലൈറ്റ് കത്തുമോ ഇതിൽ? ഐ മീൻ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ കാണാൻ പറ്റുമോ? ലൈറ്റ് ഓക്കെ ഓക്കെ, അത് പ്രസ് ചെയ്ത ലൈറ്റ് ഉണ്ടല്ലോ. ഓക്കെ, പിള്ളേരൊക്കെ വാച്ച് ആദ്യമായിട്ട് വേണം എന്ന് പറഞ്ഞു തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ നിന്നായിരുന്നു മിക്കി മൗസ്, മറ്റേ ഡൊണാൾഡ് ഡക്ക്, അങ്ങനത്തെയൊക്കെ. ഏത് കമ്പനിയുടെ ആയിരുന്നു? ഫാസ്റ്റ് ട്രാക്കോ, സൂപ്പർ. അതിന്റെയൊക്കെ വാച്ചസ് ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് അവർക്ക് വേണ്ടി വാങ്ങിക്കുന്നത്. അമ്മ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ വലിയ പ്രൗഡായിട്ട്. അതെ 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 അതെ, പിള്ളേരെല്ലാവരും ഞങ്ങൾ സ്ഥിരം വരുന്നൊരു കടയായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നായിരുന്നു സ്ഥിരം വാച്ച് കാലങ്ങളോളം. എനിക്കൊന്ന് അമ്മു വലിയ ക്ലാസ്സിലായിട്ടുള്ള 10th-ലും 12th-ലും ഒക്കെ പഠിക്കുമ്പോൾ ആ സമയത്ത് സ്കൂളിലിടുന്ന വാച്ചും ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ആദ്യമായിട്ട് അമ്മുനൊരു കുറച്ചുകൂടെ സ്റ്റൈലിഷ് ഒരു വാച്ച് കിച്ചു എനിക്ക് തോന്നുന്നു. അമ്മു കോളേജ് ചേർന്ന സമയത്ത് ദുബായിൽ ഇതൊരു ക്രിക്കറ്റ് മാച്ചിന് പോയി. ആക്ടേഴ്സ് വേഴ്സസ് ഡയറക്ടേഴ്സിൻ്റെ ഒരു മാച്ച്. അന്ന് അവിടെ നിന്ന് നല്ല പേയ്മെൻ്റ് ഒക്കെ കിട്ടിയ ഒരു സംഭവമായിരുന്നു. അന്ന് അമ്മുവിനൊരു 10,000 റുപ്പീസ് വർത്ത് വരുന്ന കുറേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു വാച്ച് കൊണ്ടുകൊടുത്തു. അതായിരുന്നു അമ്മുവിന് ആദ്യമായിട്ടൊരു ഫാൻസി വാച്ച് കിട്ടുന്നത്. അതുവരെ നമ്മൾ സ്ഥിരം എവിടെ പെടുന്നു ഫാസ്റ്റ് ട്രാക്ക്, ടൈറ്റൻ അതുപോലത്തെയൊക്കെയാണ് സ്ഥിരം വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ കാലങ്ങളോളം എൻ്റെ വാച്ചസ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരുന്ന ഒരു കടയാണിത്. ഇപ്പം എനിക്ക് മനസ്സുകൊണ്ട് ഇവിടെ വരണമെന്നാണ് ഇപ്പോഴും ആഗ്രഹം. പക്ഷെ നമുക്കിവിടെ തൊട്ടടുത്ത് സ്റ്റൈൽ പ്ലസിലൊക്കെ വാച്ച് റിപ്പയർ ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെയല്ലേ എളുപ്പം, ഓടി അവിടെ പോകും. എന്നാലും ഈ റൂട്ട് വരുമ്പോൾ ഞാൻ ഈ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്ന ഇവരെ ജസ്റ്റ് ഒന്ന് വന്നൊരു ഹായ് എങ്കിലും പറയാതെ ഞാൻ പോകത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ക്ലോക്ക് വാങ്ങിച്ച് കിച്ചു എപ്പോഴും പറയും മൊബൈൽ അലാം വെക്കരുത്, ക്ലോക്കിൽ വേണം അലാം വെക്കാൻ. അങ്ങനെ അതുകൊണ്ട് ഞാൻ 3 ക്ലോക്ക് വാങ്ങിച്ചു. ഒന്ന് അപ്പച്ചയ്ക്ക് പ്രീമിയർ പുള്ളി പരസ്യം തരും, പ്രീമിയർ വാച്ച് ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് വാച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വരൂ കേട്ടോ. ഇത് ഇവരുടെ പരസ്യമല്ല, ഇറ്റ്സ് ഫ്രം മൈ ഹാർട്ട്. ഞാൻ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടുത്തെ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, 91-ലല്ലേ ഈ കോംപ്ലക്സ് തുടങ്ങിയത്? 91-ലല്ലേ? 92. ഓക്കെ, ആ കാലം തൊട്ട് ഇവരുണ്ട്. ആ കാലം തൊട്ട് എനിക്ക് ഇവരറിയാം. ഞാനും വന്ന് ചെറുപ്പമായിരുന്നു, ഇവരും വന്ന് ചെറുപ്പമായിരുന്നു ആ കാലത്ത്. ഇപ്പൊ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി. അപ്പൊ ഓക്കെ, അപ്പൊ എന്റെ ഓണം ഷോപ്പിംഗ് ഓഫ് ക്ലോക്കും കഴിഞ്ഞു. അടിപൊളി കവറൊക്കെ ആണല്ലോ. അപ്പൊ താങ്ക് യു, ഹാപ്പി ഓണം. കാണാമേ, ബൈ. അയ്യോ കണ്ണാടി എൻ്റെ പറഞ്ഞാൽ നന്നായിട്ടെ, എവിടെ പോയാലും കൊണ്ട് കളയും. വാ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ വന്നതും ക്ലോക്ക് വാങ്ങി. വീട്ടിൽ ക്ലോക്കുകളെല്ലാം ഇങ്ങനെ ഓരോന്ന് കേടാവുമ്പോൾ പിന്നെ അത് വാങ്ങാൻ മടിക്കും. കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ അലാം വയ്ക്കുന്ന എല്ലാം മൊബൈലിലല്ലേ. കയ്യിൽ വാച്ച് ഞാനൊക്കെ പണ്ട് സ്ഥിരം കയ്യിൽ, ഇടത്തെ കയ്യിൽ എപ്പോഴും വാച്ചാണ്, വളരെയല്ല. ഇപ്പോൾ കാലങ്ങളായിട്ട് വാച്ചൊക്കെ നല്ലതുണ്ടെങ്കിലും വാച്ച് ഇടാറൊന്നുമില്ല. മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എന്തൊക്കെയോ ആയി മാറി. ക്യാമറയും വാച്ചും കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും എല്ലാം ആയി മാറി അല്ലേ? എന്താ അല്ലേ ലോകം. അങ്ങനെ ഒരു ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അയ്യോ ഇരുട്ടല്ലേ? നല്ല ക്ലിയറായി. ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി കയറി പോട്ടെ. ഓക്കെ, ഓണം അടുത്തെത്തിയതിൻ്റെ ഒരു തിരക്കാണ് നമ്മൾ കാണുന്നത്. ബാക്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കോട്ടയ്ക്കാവ് ഏരിയയിൽ ഏറ്റവും അധികം കടകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഡ്രാഗൺ ഫ്രൂട്ട്
ദുപ്പട്ട കൊള്ളാം. കുഴപ്പമില്ലല്ലേ? ട്രിവാൻഡ്രം ജയലക്ഷ്മിയിൽ സെൽവ മെറ്റീരിയൽസിൻ്റെ നല്ല കളക്ഷനാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി സാധനങ്ങൾ ധാരാളം കിട്ടും. ഞാൻ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്. നമുക്ക് വന്നാൽ ഒരു 10 മിനിറ്റിൽ എത്ര എണ്ണം വേണം വാങ്ങാൻ പറ്റും. അത്രയ്ക്ക് ഒന്നിനൊന്ന് നല്ലതായിരിക്കും. ഹായ്, സാരി ഷോപ്പിങ്ങും കൂടെ ബാക്കിയുണ്ട്. ഇന്ന് ഐ എം വെരി ടയേർഡ്. ഐ തിങ്ക് ഇന്ന് ഞാൻ ചുരിദാറോട് കൂടി നിർത്തുന്ന തോന്നുന്നത്. ബിക്കോസ് ഇനി പോകണം, വീട്ടിൽ ഇഷ്ടംപോലെ പണിയുടെ OC എത്തിക്കാണും ബേബിയൊക്കെ ആയിട്ട്. ഇവർ വലിയ പാട്ടിട്ടേക്കുന്നു. പാട്ടിട്ടാൽ എനിക്ക് കോപ്പി റൈറ്റ് വരുമല്ലോ. ഓടിച്ചാടി വന്ന് വണ്ടി കയറി. അങ്ങനെ സക്സസ്ഫുള്ളി അത്യാവശ്യം കുറച്ച് ഓണം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ടയേർഡായി. ഇനി കുറച്ച് ഐറ്റംസും കൂടെ ബാക്കിയുണ്ട്. പാളയത്താണ് ഞാൻ നൈറ്റ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ള നൈറ്റി വാങ്ങിക്കാൻ പോകുന്നത് പാളയം മാർക്കറ്റിൻ്റെ അവിടെയാണ്. അതും ഇനി കുറച്ച് സാരീസും വാങ്ങണം. അത് മേ ബി ടുമോറോ ഞാൻ നോക്കാം. നാളെ ഇവൻ ലീവാണ്. ഇവൻ നാളെ ഓണാഘോഷമാണ്. സൺഡേ ഹോളിഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. ആണ് ഞാൻ പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങായിരുന്നു. നോക്കട്ടെ. അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോകണം. നോക്കാം. തളർന്നുപോയി. ഇനി വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇച്ചിരി ഫുഡും കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യണം. ഈ വൈബ് അടുത്ത ഫ്രണ്ടെല്ലാം പുതുക്കി നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ? ഗ്ലാമറായിട്ടുണ്ട്. സ്റ്റൈൽ പ്ലസിൻ്റെ സൈഡിലുള്ള കടയിൽ ഞാൻ വന്നു. പ്ലാനറ്റ് ഫാഷൻ. അപ്പോൾ ഇവിടെ ഓസിയും അശ്വിനും ബേബിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ പറയും അവരെന്തോ എടുത്തു. അതിൻ്റെ കൂട്ടത്തിലെടുത്താൽ വീണ്ടും ഓണം ഓഫർ. എനിക്ക് എൻ്റെ അടുത്ത ഓണം ഷോപ്പിങ്ങിന് ചാടി കയറി. ഡാഡിക്ക് ഒരു ഷർട്ട് എടുക്കാമെന്ന് വെച്ചു. മോനെല്ലാം ലൂയി ഫിലിപ്പാ? നോക്കട്ടെ. ഹലോ, കഴിഞ്ഞോ? യോ ലാപ്ടോപ്പ് വിചാരിച്ചേ. ഇന്റർവ്യൂ ഇത് എന്റെ ബ്ലോഗല്ലോ. എന്റെ ബ്ലോഗിൽ പറഞ്ഞേക്കാം നമ്മുടെ നാളെ ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ പർച്ചേസാണ്. ഓണം ഷോപ്പിംഗ് പാർട്ട് 1 ഇവിടെ അങ്ങ് നിർത്താം. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ അധികം ഒന്നും എടുത്തില്ല. കുറച്ച് ഫുട്ടേജസ് ഉണ്ട്. അതൊരു വീഡിയോ ആക്കാനും വേണ്ടി ഇല്ലായിരുന്നു. സോ ഇതിൻ്റെ ബാക്കിയിൽ നമുക്ക് അതൊക്കെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ അടുത്തൊരു ഇനി ഞാൻ ബാക്കി ഓണം ഷോപ്പിംഗ് ചെയ്യുന്നത് ഷോ ഇറ്റ് യുവർ അനദർ വീഡിയോ. അപ്പോൾ ഈ എൻ്റെ ഒരു ഓണം ഷോപ്പിംഗ് വീഡിയോ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ചെന്നൈ ഫുട്ടേജസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെന്നൈ ഫുട്ടേജസ് ഒക്കെ കണ്ട് ഫ്ലൈറ്റിൽ വരുന്നു, ഇറങ്ങുന്നു, തീരുന്നു. അത് ഞാനൊരു വ്ളോഗ് പോലെ തുടങ്ങും അവസാനിക്കുകയൊക്കെ ചെയ്തതാണ്. ഇത് ഒട്ടുമില്ല. ഇറ്റ്സ് വെരി സ്മോൾ. സോ ഐ തോട്ട് അത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇടാം. ഓക്കെ, ബൈ. I like it.
ഏതൂരെ ട്രിക്ക് കൊള്ളാം. നമ്മൾ നാട് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു കറിയുണ്ട്, പച്ച കളർ. എന്ത് കളറായത്? പച്ച കളറുണ്ട്, നാരങ്ങയുണ്ട്. ഹസീനയാണ് വീഡിയോ എടുത്തത്. ഹസീന ഡയറ്റിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഡയറ്റ് ഒന്നുമില്ല. രാവിലെ നല്ലോണം കഴിച്ചു, ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് ലഞ്ച് ഐ എം സ്കിപ്പിംഗ്. ഐ എം നോട്ട് ഹാവിങ്, ഐ എം സോറി, ഐ എം സ്കിപ്പിംഗ് ലഞ്ച്. പക്ഷേ ദേ ഐ എൻജോയ്. യു ലൈക്ക് ദ തമിഴ്നാട് സദ്യ? ഗുഡ്. ഇവിടെ വത്തക്കുളമ്പ് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഇറ്റ്സ് വെരി ടേസ്റ്റി. ട്രൈ ദാറ്റ്. നോ നോ, ഇറ്റ്സ് ലൈക്ക് എരിവ് പുളി ഒക്കെ ഉള്ള ഒരു കറി. ഐസ്ക്രീം smile fast, beautiful. Yes. Stand. Vibes. First, always first. This is first. No, this is first. Second. First, best. Peacocks with the bee and another bird. എന്താ? Another bird. Peacocks. Flower. Yeah, a flower. These are Peacocks. trees. ഇത് മരം. I am the tree. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. Some reason to meet again and again, you know. But me being here is really Yeah, ഭയങ്കര coincidence ആയി പോയി. No. Look at the beautiful sarees. whose saree are you? If you're taking mine, tell me. I'll do a Yeah, I'm taking yours. Hasina always has variety sarees and variety jewelry. Hey, what did you ask to do? ഏത് കടയിന്നാ? Always Mahavir. കോയമ്പത്തൂർ. കോയമ്പത്തൂർ മഹാവീർസ് ആണ് ഹസീനയുടെ മിക്ക നല്ല സാരിയും. സോ ഐ വിഷ് ടു ഗോ ദേർ സം ഡേ. സീ നല്ല This സാരി. is actually a Kanjipuram saree with vegetable dye on the body. So all these colors are vegetable dyes. It's a beautiful saree. Thank you. ഇത് പണ്ട് ഏത് ഫംഗ്ഷൻ ഇട്ടതാ? ഹാവ് യു worn it before for some This function? is actually a 15-year-old saree. I wore it for Sayed's one cousin's daughter's engagement. Then I again wore it as a chief guest for some place. ഹസീനയുടെ where I had to give a തിരുനെൽവേലിയിലെ speech. എല്ലാ ഫീമെയിൽ ഓറിയന്റഡ് പ്രോഗ്രാംസും ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുക. ബിഗ് സെലിബ്രിറ്റി But ഓഫ് I wore തിരുനെൽവേലി. this in Chennai. I went Chennai as la? a chief guest in In Chennai. Chennai. So adinu I wore. This is the third time ഇവർ I'm wearing it. രണ്ടുപേരും ഇവിടുത്തെ വലിയ 5-star ഹോട്ടൽസിലെ സെലിബ്രിറ്റി ഷെഫ്സ് ആയിട്ട്. You won't believe somebody Oh. asked me, you're working in Hyatt as a chef, right? I told no, I was there only for 3 days. After that, I'm like this chumma. സുലുവിന് പിന്നെ അവിടെ ഓഫർ വന്നില്ലേ? സെലിബ്രിറ്റി ഷെഫ്. First she only did. ഞാൻ സുലു ഫസ്റ്റ് ചെയ്തു. റീസെന്റ് Recently, even I was not got behind it also. They call. Where will they go? No, we are planning to come up with. Did you see her Vasvan? നിങ്ങൾ കണ്ടോ ഹസീന നമ്മളെ കാശ്മീരിൽ കൊണ്ടുവന്ന പാത്രമൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ഷോക്കി വെച്ചേക്കാം. ഹസീനയുടെ വീട്ടിൽ അതെല്ലാം ടേബിളിൽ വന്നു. ഡിസ്പ്ലേ ഭയങ്കര കമ്മിങ് ടു ചെന്നൈ സൂൺ വാസ്വാൻ. വാസ്വാൻ. Chennai soon. Really? Yeah. Are you starting a restaurant or something? We're doing a pop-up. Pop-up. In which hotel? It's called what's that called? Something. Okay, we'll come ഏതെങ്കിലും up with 5-star the- ഹോട്ടലിലായിരിക്കും ചെയ്യുന്നത്? No. Normally they do it in homes. They Homes. host in homes. ഒരു 6 course 7 course meal ആയിട്ട് serving. Pop-up മാതിരി strangers Whoever wants can pay, come and and eat. So that's the concept. That's a concept. But അല്ല മിക്കവാറും നമ്മൾ പരിചയക്കാരെ കൂടെ വരുമ്പോൾ ആൾക്കാർക്ക് വരേണ്ടി വരില്ല. മിക്കവാറും എല്ലാം പരിചയക്കാരായി. പരിചയക്കാരുടെ ഓവേഴ്സിന് ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് പോകും. But how did all the food come out well when you tried? Kashmir പോലെ It taste was ആയ. even better than what we ate in Kashmir. I This- was missing you girls so much. There's a ball ഇട്ട് കറി Oh God, that, what is it called? Gustava. Gustava. Rishta. പിന്നെ Rogan Josh and all was so good. Because given the that- quality what of mutton is much better than in Kashmir. ഇവിടുത്തെ മട്ടൺ ഇസ് ബെറ്റർ. Tamak mas.
Tabak mas was. I want to eat Hasi. Come. We'll go. Yeah. Take a trip to Tirunelveli Yeah, we'll- to eat Ammu was Vaswan. telling. Car trip. Car drive to Tirunelveli, Vaswan കഴിച്ചിട്ട് we'll go അങ്ങനെയാ സംഭവം. Yeah. Karaikudi. Yeah. കാരക്കുടി. Yeah. What all plans? കാശ്മീർ ഒക്കെ വിട്ടു ഇപ്പൊ കാരക്കുടിയിലെത്തി നമ്മള്. ലോക്കലായി പോയി. ഇത് കാണുന്ന കാരക്കുടിയാണ്. ഹൗ ഡേ യു ഓൾ കോൾ us local? Local in the sense തമിഴ്നാട്. തമിഴ്നാട് അടുത്ത്. Yeah, let's plan something. ഹസീനയുടെ കൈയൊക്കെ നോക്കി എന്ത് മെലിഞ്ഞ്. I'm jealous. Always had thin hands. എന്ത് കണ്ടോ? എന്റേത് ഇവിടെ ഉണ്ട്. I have always ശക്തിമാൻ. had thin hands. But that's lucky, no, to have thin hands. Only hands. ഇവിടൊക്കെ കണ്ടായിരുന്നു. But then no. 4 months, 5 months But pregnant. no. You reduce so much. Yeah. You reduce so much. In spite of making all this Vazwan with the Vazwan food I and all can't that. eat now. That is a problem. Appetite See, I for had you. nice heavy breakfast. So you I skip couldn't lunch. eat lunch. That's nice. You have the heart for that. I don't have the heart for that, you know. Okay, girls. So you all leave. Okay, bye. Bye. See you in the evening. Bye. Hasi. Bye. Bye, Silu. Bye. See you tomorrow evening. Okay, bye. Now go take pictures inside the somewhere. യാ ഓസിയുടെ പുതിയ ഷോപ്പിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മുടെ നാട്ടിലെ ചാല എന്നൊക്കെ പറയുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ എന്നോട് ഒന്ന് പോകാൻ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഹെൽത്ത് ഒന്ന് ഇച്ചിരി ബാഡാണ്, എന്നാലും നോക്കാം. നമുക്ക് വൈകുന്നേരത്തേക്ക് കാറ് ഒരു കാർ എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഹോളിഡേക്ക്. ആ സമയം വൈകിട്ട് അമ്മൂനൊക്കെ ഫ്രീ ആയിട്ട് എനിക്കത് കിട്ടുവാണെങ്കിൽ സുലുവിനെയും പിക്ക് ചെയ്തുകൊണ്ട് അതുവരെ ഒന്ന് പോകണം. കാരണം ഓസിക്ക് ബേബിയെ കൊണ്ട് വരുന്നതും അവിടെ പോകുന്നതും ബേബിയെ വിട്ടിട്ട് വരാനും പറ്റില്ല. കാരണം അവിടെ കുറച്ച് കാറൊന്നും പോകുന്നത്, എവിടെ കാറിന്നൊക്കെ ഇറങ്ങി നടന്നൊക്കെ വേണം ഉള്ളിൽ പോകാൻ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സുലുവിനാകുമ്പോൾ ചെന്നൈ നന്നായിട്ട് അറിയാം. സോ ലൈക്ക് സുലു വിൽ ബി എ ഗുഡ് companion for me to go there and search for some stuff for Ozi. ഇഷാനി ഇപ്പോൾ പോകുന്നുണ്ട്. ഇഷാനി ഈസ് ലീവിങ് നൗ. റൂമിൽ പോവുക, പാക്ക് ചെയ്യുക, ഓഫ് ടു ദി എയർപോർട്ട്. നമ്മൾ നാളെയാണ് പോകുന്നത്. നാളെ ഫുൾ ഡേ വിത്ത് സുലു ഹസീന. രാവിലെ ഹസീനയുടെ കാർ വരും, നമ്മളൊന്ന് മോക്ഷയിൽ പോകും, സുലുവിൻ്റെ വീട്ടിൽ പോകും. ലഞ്ച്, ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ടു എ ലഞ്ച് ഇൻ സുലൂസ് പ്ലേസ്. എവിടെ പോയി പിള്ളേർ? അപ്പോൾ ഓക്കെ, ബാക്ക് ടു ദ ഹോട്ടൽ. Back at the hotel. ഇംഗ്ലീഷൊക്കെ അത്രയൊക്കെ പറയുന്നത്. Oh, I'm so tall. Yeah, I'm so short. ഹൊബയോസി. Yep. ഹൊബയോസിലെ പരസ്യം. എൻ്റെ ഹൊബയോസിലല്ല, ഈ കമ്മല് ഹൊബയോസില്ല. വള കാണിച്ചേ. Sindhu Sia. വള ഹൊബയോസ്. സിന്ധു സിയ. ഓക്കെ. Sia by Ahadishika. നല്ല ഭംഗിയുണ്ട് സാരി. Just look. Nalla. See. I'll take a shot. ഞാൻ അന്ന് നമ്മുടെ ഗ്രീൻ സാരി അർജുൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പോയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ഡ്രെസ്ഡ് അപ്പ്. ബട്ട് ദെൻ ഒരു സാധാരണ ലൈറ്റ് ആയിരുന്നു. ഒരു ഷിഫോൺ സാരി, ഒരു 500 രൂപയ്ക്ക് നമ്മൾ ഭയങ്കര സാധാരണ പ്ലെയിൻ സാരി ഇട്ടേക്കുമ്പോൾ തോന്നുന്ന ഒരു കംഫർട്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തു. സെയിം എനിക്ക് ഇന്നും തോന്നി. തിരിഞ്ഞ പല്ലു കാണിച്ചേ. ഇതിന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഐ തിങ്ക് ഇറ്റ്സ് സോൾഡ് ഔട്ട്. ഇതിൻ്റെ എല്ലാ പീസും സോൾഡ് ഔട്ട് ആയിപ്പോയി. സച്ച് എ ബ്യൂട്ടിഫുൾ സാരി. ആൻഡ് ഇവിടെയൊക്കെ നോക്കുക, ഇവിടെയൊക്കെ പ്ലെയിൻ ആണ്. ഹസീന പറയുന്നത് ഹസീനയ്ക്ക് ഒരെണ്ണം വാങ്ങണം എന്നുണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോഴത്തേക്ക് എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി. സോൾഡ് ഔട്ട് ആയിപ്പോയില്ലേ, ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, സി ബ്യൂട്ടിഫുൾ സാരി. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല ഡ്രോപ്സ് ഇടും. അപ്പോൾ നോക്കണേ. സി ദ മെറ്റീരിയൽ ഇസ് എക്സ്ട്രീംലി ഗുഡ്. ബേബി വെയിറ്റ് ചെയ്യുന്നു, കീ ഇല്ലാതെ. ബേബിക്ക് കീ വേണ്ടേ? Ishani is going and Hansu's sad. Hansu doesn't like to leave her. There, Shriyanta. My baby. You like her? You are bent. Oh, That's baby. it's your face. Doesn't look like you. Because it's edited. Okay, baby. Bye. കമ്മൽ എടുത്തിട്ടോടാ. കമ്മൽ ബെഡിൽ ഇരിക്കുന്നത്. ബൈ പൊന്നെ. See ya. ബൈ പൊന്നു. ബൈ. See ya by Ahadish. No, I meant see you. മറ്റൊക്കെ സംസാരം വേണ്ട. സ്മൂത്ത്. Okay, bye. Bye, baby. Bye.
സേഫ് ജേർണി. ബൈ. ശരി, കാർ പോകുന്നൊക്കെ ലെഫ്റ്റ് കാർ പോണല്ലേ? പക്ഷെ എവിടെയോ വരെ ഉള്ളൂ. അല്ല, നമ്മൾ എൻജോയിങ് ദിസ് ഓൾസോ. നമുക്ക് ഇതായാലും സുലു, മീ ആൻഡ് ഹസീന നമുക്ക് ടു സ്പെൻഡ് ടൈം ടുഗദർ. അത് എവിടെയായാലും കുഴപ്പമില്ല. സോ ഈ ഒരു ഗലി കൂടെ ആണെങ്കിൽ വി ആർ ലൈക്ക് ഓക്കെ. ഓക്കെ ഓക്കെ, നമ്മൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള സ്മാർട്ട്നെസ് ഒന്നും ഇല്ല, തളർന്നു പോയി. പക്ഷെ ഏതായാലും പോയ കാര്യം നടന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നടന്ന് എവിടെയെങ്കിലും എത്തണം, എന്നിട്ട് വേണം നമ്മുടെ കാറിന് വരാൻ. ബട്ട് ഈ കാർ വരായിരുന്നല്ലേ? ഭൂട്ടാൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന റംബുട്ടാൻ. ഞങ്ങൾ ചെന്നൈ തെരുവിലിരുന്ന് റംബുട്ടാൻ്റെ നല്ലതാണ്. അക്ഷയയിൽ ഫുൾ ഷോപ്പ് ചെയ്തു, കുറച്ച് സൽവാർ വാങ്ങി. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴാണ് 2-3 പേർ മെറ്റീരിയൽ വാങ്ങും, അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത ട്രിപ്പ് ചെന്നൈ വരുന്നത് വരെയുള്ള കുറച്ച് ഫങ്ഷൻസിനൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ ബേബി സിറ്റിംഗ് ആയിരിക്കും. ഹൻസുന് ഇവിടെ ഹൻസു അധികം നമ്മളിവിടെ അധികം ചെന്നൈ വരാൻ ചാൻസ് കിട്ടാറില്ല. അതെ അതെ, നമ്മൾ സ്ഥിരം പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് കട ഡയമണ്ട് കട, ഉമ്മടി ബംഗാരു. ഇത്തവണ അവിടെ പോയില്ല. അപ്പോൾ ഞാൻ മോക്ഷയിൽ ഒട്ടും വ്ളോഗ് ചെയ്തില്ല. എനിക്ക് രാവിലോട്ട് ഭയങ്കര തലവേദന. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. കണ്ണിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. ഷോപ്പ് ചെയ്തു, അവിടെ തന്നെ ഇരുന്നു. ഹൻസ് കുട്ടി എക്സൈറ്റഡ് ആയിട്ട് കുറേ മെറ്റീരിയലൊക്കെ എടുത്തി. പക്ഷേ ഹൻസൊക്കെ മെറ്റീരിയൽ എടുക്കാനുള്ള പ്രശ്നം വെച്ചാൽ അത് ഇടത്തുകൂടിയില്ല. സ്റ്റിച്ച് ചെയ്യും, ഒരിക്കൽ വല്ലതും ഇടും, പിന്നെ ഇടും. ഞാനൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ കീറുന്നവർ. അതാണ് ഞാൻ വരുന്നവരുടെ വ്യത്യാസം. ഇനി നമ്മൾ സുലുവിൻ്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് നമ്മൾ ഒട്ടും ഹംഗ്രി അല്ല. സുലുവിൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് ഇനി എന്താണെന്ന് അറിയത്തില്ല, ആലോചിക്കും. സുലുവിൻ്റെ വീട്ടിൽ വെറും ചോറും കറിയും ആയാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. സോ അതുകൊണ്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് കിട്ടിയാലും മതി. സുലുവിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് തന്നെ ടു സ്പെൻഡ് സം ടൈം വിത്ത് സുലുവാണ്. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ അതുവരെ പോണത്. ഹസീനയ്ക്ക് ഇന്ന് വരാൻ പറ്റില്ല. ഹസീന ഇന്ന് വരേണ്ടായിരുന്നു. ഇത് നമ്മുടെ പ്ലാൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഹസീനയ്ക്ക് ഇതിൽ സർപ്രൈസ് ആയിട്ട് ഹസീന ഹസ്ബൻഡ് ഇന്ന് എത്തുന്നുണ്ട്, സ്റ്റേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ എല്ലാം മാറി. അല്ലെങ്കിൽ ഇന്നത്തെ ഹോൾ ഡേ ഹസീന നമ്മുടെ കൂടെ ആയിരുന്നേനെ, അതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ ഇന്ന് പ്ലാൻ എല്ലാം മാറി. അതുകൊണ്ട് സാഡ്. ഹസീന ഉണ്ടെങ്കിലാണ് ഭയങ്കര കോമഡി. സുലു ഞാനും മാത്രമായി അവിടെ ഒരു കോമഡി ഇല്ല. ഹസീന കൂട്ടത്തിലുണ്ടെങ്കിലാണ് എല്ലാ കോമഡിയും വർക്ക് ആവുന്നത്. മറ്റേ ഹസീന ഹസീന ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടാക്സി കാർ എടുക്കേണ്ടായിരുന്നു. ഹസീന വന്നേനെ, ഹോൾ ഡേ ഹസീനയുടെ കൂടെ ആയിരുന്നേനെ. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സുലുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഷോപ്പിങ്ങും അതും ഇതും. ഹസീന ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ലൈഫാണ്, എക്സ്ട്രാ ലൈഫാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അമ്മൊന്നും മെറ്റീരിയലൊന്നും എടുത്തില്ല. ഹൻസു എടുത്തു. ഞാൻ ഇഷാനി ഇടയ്ക്കൊന്ന് വിളിച്ചു, ഇഷാനിക്ക് വേണമെന്ന്. ഇഷാനി മാത്രം അങ്ങനെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല അധികം മെറ്റീരിയൽസൊക്കെ എടുക്കാനാണല്ലോ. ഞാൻ നിഷാനിയുടെ ടൈപ്പിലുള്ളതൊന്നും ഞാൻ അവിടെ കണ്ടതുമില്ല. ചില സമയത്ത് വരുമ്പോൾ ധാരാളം കാണും, ചില സമയത്ത് വരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്ന അത്രത്തോളം കാണില്ല. നമ്മളൊരു 1 or 2 month ഉള്ളിലല്ലേ ഇവിടെ ഇപ്പോഴും വന്നത്. അത്രയും ആയില്ലല്ലേ, അടുത്തെന്നോ നമ്മളിവിടെ വന്നിരുന്നു. ഭയങ്കര
ഭയങ്കര ചൂട് കേട്ടോ, നല്ല ചൂട്. സുലുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ടൊക്കെ. സുലുവിൻ്റെ വീട്ടിൽ ലഞ്ച് കഴിഞ്ഞു. ഇന്നലെ വാങ്ങിയ റംബൂട്ടാൻ ആൻഡ് ടെൻഡർകോക്ക്. Cute, no? She Yes. Sulu was നമ്മുടെ സ്കൂളിൽ. സ്നോ വൈറ്റ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി, സിൻഡ്രല്ല. സുലു she comes to Kerala. നമ്മുടെ വീട്ടിൽ വന്നാൽ ഞാൻ കിടിലായിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും. യു എൻജോയ്ഡ് ദ ഫുഡ്. എനിത്തിങ് കഞ്ഞി കുടിച്ച് പാസ്സാക്കി വിടും. I love her food. I love you. How cute. You make tasty food. സുലാൻഡി എന്തുണ്ടാക്കിയാലും സുലുവാൻഡി വെറും ചോറും വെജിറ്റബിളും ഒക്കെയാണ്. ലഞ്ച് കഴിക്കുമ്പോ 1-2 കറി ആയിരിക്കും. ഇന്ന് ഞാൻ എല്ലാം കഴിച്ചു. Yes. Because it reminded me of mac and cheese. എനിക്ക് mac and cheese pasta ഒക്കെ ഭയങ്കര ഇഷ്ടം. ചിക്കൻ ഒക്കെ ഉള്ള ചീസും ഒക്കെ അതിന്റെ ഒരു വൈബ. മധുരമുള്ള മാങ്ങാക്കറി കഴിച്ചു. തിരിഞ്ഞു പോലും നോക്കത്തില്ല. Let's go. We make it at home. You send me the recipe, Sulu. ആ കറി gave me അല്ല ഇതേപോലെയാണ് മാമ്പഴ പുളിശ്ശേരിയൊക്കെ. ഞാൻ കഴിക്കും. പോച്ചേ അതിന്റെ ഹ്യൂജ് ഫാൻ. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാത്ത പഴുത്ത മാങ്ങയില് തേങ്ങാപ്പാൽ ഒഴിച്ചു. അതും ചക്കരമാങ്ങ, ഇതും ചക്കരമാങ്ങ. പക്ഷെ അത് ബേക്കൊക്കെ ഇല്ലേ സുലുവാൻക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. ചിലർ ഇങ്ങനത്തെ ബേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടുന്നു. അങ്ങനെ When you have holiday, we'll go. My holiday ആണ് ഇപ്പോ. ഇപ്പൊ അവിടെ ഹോട്ടാ. We'll go when the weather is better. Okay, Sulu, bye. നമുക്കായിട്ട് 2 ദിവസം ഡ്രൈവ് ചെയ്ത ആളാണ്. അപ്പൊ ശരി, ബൈ. അടുത്ത വാട്ടി പാക്കലാം. ബൈ, താങ്ക് യു. ഹൻസുക്കുട്ടി വാട എയർപോർട്ടിലേക്ക്. ചെന്നൈ എയർപോർട്ടിലൂടെ നമ്മുടെ ഗേറ്റിലോട്ട് നടക്കുന്നു. പിന്നെ ഹൻസുവിന് KFC കഴിക്കണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തപ്പോൾ അത് വരാൻ കുറച്ച് ഡിലേ ആയി. അങ്ങനെ ടേക്ക് അവേ ആയിട്ടത് പാക്ക് ചെയ്തു. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് ഇങ്ങനെ പുറത്തെ ഫുഡ് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ദിസ് ഷോപ്പ് ഇസ് ഹിയർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. വേണ്ട വേണ്ട, നോ ടൈം. ഹൻസു ഷാൽവി. ഇത് അടുത്ത പ്രാവശ്യം നമുക്ക് വരുമ്പോൾ കയറാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. കം കം കം. ഹൻസുവിനെ കൊണ്ടുപോകുമ്പോൾ ഹൻസു ഏത് കട കണ്ടാലും തിരിഞ്ഞില്ല. ചെന്നൈ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ചെന്നൈ ഇസ് എ വൈബാണ്. ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അടിപൊളി മസാലാസ് ഇരിക്കുന്നു. ഷോപ്പിങ്ങിനേ സമയമില്ല. വെറുതെ ആ KFC ഓർഡർ ചെയ്യാൻ പോയി അവിടെ കുറ്റിയടിച്ചിരുന്നു. സമയത്ത് കിട്ടിയതുമില്ല. പാക്ക് ചെയ്ത് വാങ്ങേണ്ടിയും വന്നു. പോകാനും സമയമായി. ഇനി ഗേറ്റ് തപ്പി നടക്കും. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഏറ്റവും സുഖം. നമ്പർ ഓഫ് ഗേറ്റ്സ് കുറവായതുകൊണ്ട് ഇവിടെയൊക്കെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ അടുത്ത് നമ്മൾ എവിടെയോ പോയിരുന്നല്ലോ. ഞങ്ങൾ ഡൽഹി ആൻഡ് ബോംബെ എയർപോർട്ടിൽ അടുത്ത് ലാസ്റ്റ് വീക്ക് ട്രാവൽ ചെയ്തിരുന്നു. അവിടെയൊക്കെ എൻ്റെ അമ്മേ, ഓരോ ഗേറ്റിലോട്ട് പോകേണ്ടത് ദൂരം. ഓട്ടോ ആയിരുന്നു. നമ്മൾ അന്നത്തെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബനാറസിൽ വന്നപ്പോൾ ബോംബെയിൽ ടൈം അങ്ങ് ക്ലോസ് ആയിപ്പോയി. ഇന്ന് അവിടുത്തെ സ്റ്റാഫ് കൂടെ നമ്മുടെ പ്രണാം സർവീസ് ഉണ്ട്, അഡാനി ഗ്രൂപ്പിൻ്റെ. ആ സർവീസ് നമ്മൾ നേരത്തെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാഫ് വന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ പൂജ എന്ന് പറയുന്നൊരു കുട്ടി വന്നിട്ടാണ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ ഹെൽപ്പാണ്. നമുക്ക് വേണ്ടി 2 സ്ഥലത്ത് ബഗ്ഗിയൊക്കെ പിടിച്ച് നിർത്തി കയറ്റി. അല്ലെങ്കിൽ എവിടെയോ എത്തണം. ഡിലേ ആയിപ്പോയി. അയ്യോ, നമ്മുടെ കുഴപ്പമില്ല, ഫ്ലൈറ്റിൻ്റെ കുഴപ്പമായിരുന്നു. പക്ഷെ എന്നാലും നമ്മളവിടെ എത്തണ്ടേ? നമ്മുടെ ശരീരം എവിടെയോ നിന്നോ എവിടെയോ എത്തിയല്ലേ ഫ്ലൈറ്റിൽ കയറാൻ പറ്റും. സോ ബിഗ് താങ്ക്സ് ടു പൂജാകുട്ടി. മലയാളിയൊന്നും അല്ല, എൻ്റെ വീഡിയോ കാണാനും വഴിയില്ല. എന്നാലും ബിഗ് താങ്ക് യു ടു പൂജ.
ശരിയാണ്. ഇനി ഓണം ഷോപ്പിംഗ് പോലെയൊക്കെ എന്തെങ്കിലും ആയിട്ട് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഐ എം വെയിറ്റിംഗ് ടു ഗോ ബാക്ക് ബേക്കിംഗ്. ഓമിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും. വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് അവനെ കെട്ടിപ്പിടിക്കും. ഓക്കെ ബൈ. അഡീഷണൽ ഫുട്ടേജാണ്. പ്രണാം സർവീസ് നമ്മൾ അവൈൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പേരൊക്കെ പിടിച്ചു നിന്ന് നമുക്കിവിടെ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് തരും. ഓക്കെ. അതൊരു അഡീഷണൽ ഫുട്ടേജാണ്. നമ്മളെപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും കിച്ചു ചെയ്യുന്ന മെയിൻ ഒരു സംഭവം എല്ലായിടത്തും നമുക്ക് പ്രണാം സർവീസ് വിളിച്ച് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് 400 രൂപയാണ് ഒരു ട്രോളിക്ക് അടച്ചൊക്കെ സെറ്റാണ്. അപ്പം നമ്മൾ വരുമ്പോൾ ഇവർ നമ്മളെ കാത്തു വയ്ക്കും. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് ആക്ച്വലി വലിയൊരു ഇതിലൊക്കെ നമുക്കിവിടെ മാനേജ് ചെയ്യാം. പക്ഷെ മറ്റ് എയർപോർട്ട്സൊക്കെ പോകുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മെയിൻലി നമ്മൾ ബോംബെയിലും ഡൽഹിയിലും പോകുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഓക്കെ, ഒരിക്കൽ കൂടെ